MG സർവകലാശാല പാറ്റ പോസ്റ്റർ വിവാദത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയന് പൂർണ്ണ പിന്തുണയുമായി SFI. നാഷണൽ കോൺഫറൻസ് പരാജയപ്പെടുത്താനുള്ള വൈസ് ചാൻസലറുടെ നടപടി വിലപ്പോകില്ലെന്നും SFI. പാറ്റയുടെ ചിത്രത്തിന്റെ പേരിൽ നാഷണൽ കോൺഫറൻസിന് യൂണിവേഴ്സിറ്റി അനുവദിച്ച തുക തിരിച്ചടയ്ക്കണമെന്നാണ് വൈസ് ചാൻസലറുടെ ഉത്തരവ്. ഈ മാസം 4 മുതൽ 6 വരെ തീയതികളിലാണ് MG സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന നാഷണൽ കോൺഫറൻസ്. ഇതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പോസ്റ്ററിൽ പാറ്റയുടെ ചിത്രം ഇടം പിടിച്ചതാണ് VCയെ അസ്വസ്ഥനാക്കിയത്. ഇതേ തുടർന്ന് കോൺഫറൻസിന് അനുവദിച്ച തുക തിരിച്ചടയ്ക്കണമെന്നും ഉത്തരവിട്ടു. പിന്നാലെ കോൺഫറൻസിനായി സർവകലാശാല വാഹനവും ഗസ്റ്റ് ഹൗസും ഉപയോഗിക്കാൻ പാടില്ലെന്നും നിർദ്ദേശിച്ചു. എന്നാൽ എന്തു വില കൊടുത്തും കോൺഫറൻസ് വിജയിപ്പിക്കുമെന്ന് SFI വ്യക്തമാക്കി. സാമ്പത്തികമായിട്ട് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയും ഏതു വിധേന ഈ പരിപാടി നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഇത്തരത്തിലുള്ള നിലപാട് തുടർന്നും സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ SFIയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലറുടെ നിലപാട് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനാണ് SFIയുടെ തീരുമാനം. നിലവിൽ VC ഇവിടെ ഓർഡർ ഇറക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിലവിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഫണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതുപോലത്തെ പരിപാടികൾ നടത്താൻ വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ട പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് VC ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പരിപാടി നടത്തുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയുടെ യൂണിയനുമാണ്. അപ്പോൾ നിലവിൽ നമ്മൾ തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ ആ പ്രവർത്തനത്തിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടാൻ വേണ്ടി തന്നെയാണ് SFI ഉദ്ദേശിച്ചിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസിനായി 3,75,000 രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 2,81,000 രൂപ ആദ്യഘട്ട നടത്തിപ്പിനായി കൈമാറിയിരുന്നു. ഈ തുക തിരിച്ചടയ്ക്കണമെന്നാണ് വൈസ് ചാൻസലറുടെ ഉത്തരവ്. ചെലവഴിച്ച തുക തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്നാണ് SFIയുടെ നിലപാട്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.